നമ്മളെ RT2 കണ്ടാൽ മറ്റു മാവിൻ്റെ ഇലകളിൽ നിന്ന് വ്യത്യാസമായിട്ടാണ് ഇതിൻ്റെ ഒരു ഇല. കാരണം ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഇത് വരുന്നത്. ഇലകൾക്കും തന്നെ ഒരു വ്യത്യാസമുണ്ട്. അടിപൊളി മാങ്ങയാണ്, കഴിച്ചിട്ടുണ്ട്, നല്ല ടേസ്റ്റിയാണ്. അത്യാവശ്യം നല്ല സൈസ് വരും. 1 കിലോൻ്റെ മേലൊക്കെ നല്ല സൈസ് വരും. 1 കിലോൻ്റെ താഴെ വരും. 500 ഗ്രാം മുതൽ അതിൻ്റെ വെയിറ്റ് മേൽപോട്ട് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല സൈസ് ആയിട്ടുള്ള പ്ലാന്റാണ്. നല്ല ഭംഗിയിൽ നല്ല ബുഷിയായിട്ട് ശിഖരങ്ങളായിട്ട് വരും. കാരണം അതിൻ്റെ വളർച്ചയിലാണ് അത് എന്താ പറയുക, നല്ല നല്ല ആരോഗ്യമുള്ള ശിഖരങ്ങൾ കൂടുതൽ ഉണ്ടാവല്. കാരണം നിങ്ങൾക്ക് ഈ കമ്പ് ഉണ്ടാകുക, ഇത്രയും വണ്ണമുള്ള കമ്പ് ഇപ്പോഴും പച്ചപ്പാണ്. അപ്പോൾ അതിൻ്റെ ആ പച്ചപ്പ് നിൽക്കുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു വളർച്ച എടുക്കൽ തന്നെയാണ്. അപ്പോൾ വളർച്ച എടുക്കുമ്പോൾ നല്ല ശിഖരങ്ങൾ വീണ്ടും വീണ്ടും അതിൽ നിന്നുണ്ടാവും. പക്ഷെ നമ്മൾ അതൊരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരോഗ്യമില്ലാത്ത കമ്പുകൾ നമ്മൾ അത് പ്രൂൺ ചെയ്ത് ഒഴിവാക്കി കൊടുക്കണം, റിമൂവ് ചെയ്ത് കൊടുക്കണം. എന്നാലേ കാര്യമുള്ളൂ. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് ശിഖരങ്ങൾ വേണ്ട. ആരോഗ്യമുള്ള ശിഖരങ്ങൾ നല്ല ഷേപ്പാക്കി നിർത്തുക, പിന്നെ ബ്രൂണിങ് കൊടുക്കുക. പിന്നെ അടിവശങ്ങളിലുള്ള കമ്പുകൾ, നമുക്കൊരു ആരോഗ്യമില്ല എന്ന് തോന്നുന്ന കമ്പുകളൊക്കെ നമ്മൾ റിമൂവ് ചെയ്ത് കൊടുക്കുക. അവിടുന്നൊക്കെ നമ്മൾ റിമൂവ് ചെയ്തതാണ്. അപ്പോൾ നല്ല വൃത്തി വെടുപ്പിൽ നമ്മളെ പ്ലാന്റുകളെ സംരക്ഷിച്ചാൽ നല്ല പെട്ടെന്ന് ഹെൽത്തി ആയിട്ട്. അപ്പോൾ ഇതൊന്നും ഞാൻ പറയില്ല. അപ്പോൾ ഞാൻ ഇന്നലെ മിനിഞ്ഞാന്ന് ഒരു മാവിനെ പറ്റി, കേട്ടുമൺ മാവിനെ പറ്റി പറഞ്ഞു. നമ്മൾ ഈ പ്ലാന്റ് വെച്ചിട്ട് 8 മാസം 7 മാസം 8 മാസം ആ റേഞ്ച് ആയിട്ടുള്ളൂ. മനസ്സിലായി? അതിലൊരാളൊരു കമൻറ്റ് ഇട്ടിരുന്നു. ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം അത്യാവശ്യം കുറച്ചൊരു വലിപ്പമുള്ള പ്ലാന്റാണ് വെച്ചിട്ടുള്ളത്. ഇത്രയൊന്നും ഇതല്ല കേട്ടോ, ഇതൊക്കെ വന്നതിൻ്റെ ദിവസം ആയതാണ്. ഇത്രയും വലിയൊരു സ്പേസിലായതാണ്. അപ്പോൾ കാരണങ്ങൾ വളർച്ച എടുക്കുന്നതും പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ നമ്മളെ നോട്ടം പരിചരണം അതുകൊണ്ട് തന്നെയാണ്. പിന്നെ ന്യൂട്രിയൻ്റ് വളങ്ങൾ കൊടുക്കുന്നത് അല്ലാതെ തന്നെ അതിൻ്റെ മേലെ നമ്മൾ ചെറിയ ഒരു അളവിലൊരു 500 ഗ്രാം മുതലുള്ള വളങ്ങൾ സൂപ്പർ മില്ലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറച്ച് വളങ്ങൾ എന്തെങ്കിലും മേലെ മിന്നി കൊടുക്കും. കാരണം മേൽവേര് എടുക്കാനുള്ള വളങ്ങൾ നമ്മൾ മേൽമണ്ണിൽ കൊടുക്കും. അതുപോലെ നന. അപ്പോൾ അത്യാവശ്യം നല്ല സൈസായിട്ടുള്ള ബുഷിയായിട്ടുള്ള നമ്മൾ RT2 മാംഗോ. ഇവിടെ പല മാവുകളും നല്ല രീതിയിൽ കായ്ച്ചിക്കണ്. അതും ഞാൻ നമ്മളെ ഓരോ വീഡിയോയിൽ ഞാൻ പങ്കുവെക്കുന്നുണ്ട്. ചിലത് മാങ്ങ പറിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരുപാടിന്. ഇപ്പോൾ നീലൻ നല്ല രീതിയിൽ കായ്ച്ചിരുന്നു. അതുപോലെ മൂവാണ്ടനൊക്കെ നല്ല രീതിയിൽ കായ്ച്ചിരുന്നു. അപ്പോൾ ഏതായാലും വീഡിയോ ഒന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നല്ല നല്ല മരങ്ങൾ, നല്ല നല്ല ഫലവൃക്ഷങ്ങൾ, നമുക്ക് വെക്കാൻ പറ്റിയ ഫലവൃക്ഷങ്ങൾ, അതുപോലെ ഫലവൃക്ഷങ്ങൾ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതൊക്കെ ഞാൻ ഓരോ വീഡിയോയിൽ ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, വീണ്ടും ഞാൻ പറയും. കാരണം നല്ല നല്ല മരങ്ങൾ വരുന്നുണ്ട്, നല്ല നല്ല ഫ്രൂട്ട് പ്ലാന്റുകൾ വരുന്നുണ്ട്. അപ്പോൾ അത് വെക്കുന്ന രീതി ഒക്കെ നമ്മൾ ഓരോരോ വീഡിയോയിൽ നമ്മൾ ഓരോ മരങ്ങളെ വീഡിയോ ചെയ്ത് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി. കാരണം ആരും പോയിട്ട് എന്താ പറയുക, കുടുങ്ങരുത്. പലരും പല ചതിയിൽ പെട്ടിട്ടുണ്ട്. അതുപോലെ ഓൺലൈനിലൂടെ വാങ്ങുന്നത് അതൊക്കെ നമ്മൾ ഒരു കാണിച്ചു തരുന്ന പ്ലാന്റ് ആവില്ല നമുക്ക് തരുന്നത്. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഏതായാലും ഇതാണ് നമ്മൾ RT2 മാംഗോ. RT2 നല്ല ബുഷിയായിട്ടുള്ള പ്ലാന്റ്.